സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക്, ലോക സിനിമയ്ക്ക് മുൻപിൽ നമ്മൾ എന്നും അഭിമാനത്തോടു കൂടി ചേർത്ത് നിൽക്കുന്ന ഒരു നടനുണ്ട്. മലയാളികളുടെ എല്ലാം ഹൃദയത്തിൽ എക്കാലവും ചിരപ്രതിഷ്ഠ നേടിയ ഓരോ കഥാപാത്രങ്ങളിലൂടെയും ദശാബ്ദങ്ങളായി നമ്മളെ ഞെട്ടിച്ചുകൊണ്ടും വിസ്മയിപ്പിച്ചുകൊണ്ടും ചിന്തിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മമ്മുക്ക. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലൂടെ എം.ടി. സാറിന്റെ തിരക്കഥയിലാണ് അഭിനയമോഹിയായ ഒരു ചെറുപ്പക്കാരനായിരുന്ന മമ്മുക്ക ആദ്യമായി സിനിമയിൽ ഒരു ശ്രദ്ധിക്കപ്പെട്ട വേഷത്തിൽ വരുന്നത്. അതിനുശേഷം അടങ്ങാത്ത തൃഷ്ണയോടെ എം.ടി. സാറിന്റെ തിരക്കഥയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് തൃഷ്ണയിലൂടെ, പിന്നീട് അടിയൊഴുക്കിലൂടെ, വടക്കൻ വീരഗാഥയിലൂടെ, പഴശ്ശിരാജയിലൂടെ എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ, എം.ടി. സാറിന്റെ തിരക്കഥയിലുണ്ടായ കഥാപാത്രങ്ങളെ അപ്രപാളികളിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും എക്കാലവും വിസ്മയം പൂർത്തിയാക്കുന്ന ക്ലാസിക്കുകളായി നമ്മൾക്ക് നൽകിയ മലയാളത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ, നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എന്നും ഒന്നാം സ്ഥാനമുള്ള മമ്മുക്കയെ ഏറ്റവും സ്നേഹപൂർവ്വം നിറഞ്ഞ കൈയ്യടി കൊടുത്തുകൊണ്ട് എം.ടി. സാറിന്റെ 91 പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മമ്മുക്ക, പ്ലീസ്. നമസ്കാരം. പൊതുവെ അല്പം സഭാകമ്പമുള്ള ആളായതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്ത ഒരു സായാഹ്നമാണ് നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അപൂർവമായിട്ടും ഉണ്ടാകും. പക്ഷെ നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് എം.ടിയോട് അടുപ്പമുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത്, അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹത്തിലുള്ള ചെറുപ്പമാണ്. ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, സമകാലീന സംഭവങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ, എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളതാണ്. പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത്, അപ്പം വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴേ എന്നെ വിളിച്ചത്. എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു. രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഫിക്ഷനാണ്, ഒരു ഡോക്യു ഫിക്ഷൻ. ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു. എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എവിടെ 2 പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാതാ. പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു. എന്നെ കൊണ്ട് അത്രയും വായിക്കുമ്പോൾ ഇത്രയുള്ള ബുക്കാണ്. അപ്പോൾ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ അവരറിയുന്ന സാഹിത്യത്തിലേക്ക്, സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യ രംഗത്ത്. അത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, അത്രത്തോളം തികച്ചും മുന്നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ് എം.ടി. പിന്നെ കടുകണ്ണവ ഒരു കഥ മാത്രമല്ല, 2 കഥകളാണ്. അവളുടെ ഓർമ്മയ്ക്ക്, അല്ലേ, നിൻ്റെ ഓർമ്മയ്ക്ക്. ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാനും രഞ്ജിത്തും കൂടെ നോക്കിയതാണ്. കുറേ വലിയ കഥ ഒരു പൂർണ്ണ സിനിമയായിട്ട് ഈ 40-30 മിനിറ്റിലല്ലാതെ 2 മണിക്കൂറിൽ സിനിമയാകാൻ വേണ്ടി അദ്ദേഹത്തെ സമീപിച്ചവർക്ക് അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഒരു വൈകല്യ കാരണം, ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായ അടുപ്പം കൊണ്ട് ഇത് തന്നെ അങ്ങ് ആക്കാമെന്ന് തീരുമാനിച്ചതാണ്. വേറെ ഒരുപാട് കഥകളുണ്ട്. ഇതിനെല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ കിട്ടിയുള്ളൂ. അതാണ് കടുകണ്ണവ നിൻ്റെ ഓർമ്മയ്ക്ക്. അതിൽ കടുകണ്ണവ എന്നാണ് ടൈറ്റില്ലേ. ഞങ്ങളിത് എം.ടിയുടെ എന്താ പറയുക, കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ്, കഥയാണ്. അതിൽ 2 വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നെ അതും ചുരുങ്ങി ഒന്നായി. അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുക സിനിമയിൽ. കുറച്ചേ ഉള്ളൂ, പക്ഷേ നല്ല ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്നൊരു സിനിമയാണ്. നമ്മളിൽ പലരും എം.ടിയെ വായിക്കാൻ തുടങ്ങിയ കാലത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത്, ഒരു തറവാടും വിദേശത്ത് പോയ അച്ഛനും ഒക്കെ ആയിട്ടുള്ള ഒരു കഥ. അത്
രഞ്ജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സിലോണിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറിലാണ് ഷൂട്ട് ചെയ്തത്. പടം മഹേഷിൻ്റെ പടം കാനഡയിലാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളുടെ പടം ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സിനിമയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല. തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല, ഒരു സാഹിത്യ രൂപം എന്നായിരുന്നു. അത് എം ടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്കൊരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതിനുമുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട്, ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു ആരംഭക്കുറിച്ചാണ് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങിയത്. അതിന് ഈ പിൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെടുന്നു. ഞാൻ എം ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത്. എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുപോലുണ്ട്. ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഉടമ്പടി ഉണ്ടായിക്കൊണ്ട് 2 ചെറുകഥകൾ ഞാൻ വായിക്കാം എന്ന് വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കഥ വായിക്കേ ഒരു കഥ ഒരു 10 പേജോ അല്ല 5 പേജോ 4 പേജോ ഉള്ളൊരു കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു. എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീണ്ടുപോയത്. കാര്യം ഇത്രയൊക്കെ ആയി. ഇത് മലയാളത്തിൽ ആദ്യ സംരംഭം പോലെയാണ്. എം ടിക്ക് പ്രായം ആയിട്ടില്ല. എം ടിക്ക് 1 വർഷം കൂടെ ആയി, അത്രേ ഉള്ളൂ. എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ. ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമുക്ക് ഈ വേദിയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ വേദിയിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിഗ്നിറ്ററീസിനെ ഫ്രം C5 ആൻഡ് സരിഗമ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. വിതൗട്ട് ദീസ് ജെന്റിൽമെൻ ദിസ് പ്രോജക്ട് വുഡ് ഹാവ് നെവർ ബീൻ പോസിബിൾ. താങ്ക് യു ഫോർ ഗിഫ്റ്റിംഗ് us മനോരഥങ്ങൾ. ലെറ്റ്സ് വെൽക്കം ശ്രീ പുനീത് ഗോയങ്ക, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO of Zee, Mr. Vikram Mehra, Managing Director Sarigama India Limited, Mr. Manish Kalra, Chief Business Officer of C5 India, Siddharth Anand Kumar, Senior Vice President Films, Events and A&R, Mr. Rohandeep Singh and Mr. Rajesh Kejriwal from Jumping Tomatoes. എല്ലാ ജെന്റിൽമെനും ഞാൻ വേദിയിലേക്ക് നിറഞ്ഞ കൈഡി കൊടുത്തോണ്ട് let's welcome them all to the stage. All of these gentlemen to come and join us for the next important ceremony, which is the celebration of the 91st birthday of MT Sir. MT Sirനെയും അശ്വതിയെയും ഞാൻ ആദ്യമേ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അടുത്തതായി നമ്മൾ കേക്ക് മുറിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ 91ാം ജന്മദിനം ആഘോഷിക്കാൻ പോവുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവരെയും തന്നെ ഞാൻ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈഡി കൊടുത്തുകൊണ്ട് MT സാറിനെ ഏറെ സ്നേഹാദരങ്ങളോടുകൂടി അദ്ദേഹത്തിൻ്റെ 91ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. MT സാറിന് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഒരു പിറന്നാൾ സമ്മാനമാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ. Let's see that on screen. MT സാറിനോടൊപ്പം എല്ലാ വിശിഷ്ട വ്യക്തികളോടുമൊപ്പം മലയാള സാഹിത്യത്തിൻ്റെയും സിനിമയുടെയും തിലകക്കുറിയായ ശ്രീ MT വാസുദേവൻ നായർ സാറിൻ്റെ 91ാം ജന്മദിനം മനോരഥങ്ങൾ എന്ന ഈ ഒരു മനോഹര വേദിയിൽ, താരനിബിഡമായ ഈ ഒരു വേദിയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിറന്നാൾ കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുന്നു.
കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പിറന്നാളിനും നമ്മൾ പിറന്നാളുകാരന് അങ്ങോട്ടാണ് ഒരു സമ്മാനം കൊടുക്കുക. പക്ഷേ MT സാർ അദ്ദേഹത്തിന്റെ മനോഹരമായ തൂലികയിൽ നിന്നും മനോരഥങ്ങൾ എന്ന പേരിൽ Z5-ഉം സരിഗമയും ചേർന്നൊരുക്കിയ അദ്ദേഹത്തിന്റെ 9 കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമാണ് ഈ ഒരു പിറന്നാൾ ദിനത്തിൽ മലയാള സിനിമയ്ക്ക് മുൻപിൽ, ലോക സിനിമയ്ക്ക് മുൻപിൽ സമർപ്പിക്കുന്നത്. നിറഞ്ഞ കൈയോടുകൂടെ തന്നെ 91 വയസ്സിന്റെ ചെറുപ്പം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട MT സാറിനെ നമുക്ക് ഒരിക്കൽ കൂടി ആശംസിക്കാം. നല്ല കൈഡികൾ കൊടുത്തുകൊണ്ട് ഇവിടെ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ഓരോ താരങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു.